ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെസൻറ്റിസമിൻ്റെ മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 ടോർഷൻ എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി മൊഡ്യൂൾ 3 ആയിരുന്നു ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. മൊഡ്യൂൾ 3 ഫ്രിക്ഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ സെൻട്രോയിഡ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി അതേപോലെ മൂന്നാമത്തെ മൊഡ്യൂളിലുള്ള ഒരു ടോപ്പിക്കാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഫ്രം മൊഡ്യൂൾ 3. ഈ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് ഏറ്റവും ലാസ്റ്റ് എടുക്കാം. മൊഡ്യൂൾ 3 മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്നുള്ള ടോപ്പിക്ക് പെൻഡിങ് ഉണ്ട്. ഇനി മൊഡ്യൂൾ 4 പോവുകയാണെങ്കിൽ മൊഡ്യൂൾ 4 നമ്മൾ 3 ഭാഗമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. സിലബസിൽ അങ്ങനെയൊന്നുമില്ല, 3 പാർട്ട് എന്നൊന്നുമില്ല. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം. ഒന്ന്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് എന്നൊരു ടേം ഉണ്ട്. ഒരു ബീമിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ബീമിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സുകളെ കുറിച്ചും ബെൻഡിങ് മൊമെൻറ്റുകളെ കുറിച്ചും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബീമിനെ മുറിച്ച് കളയാൻ പറ്റുന്ന, ഷിയർ ചെയ്യാൻ പറ്റുന്ന ഫോഴ്സിന് നമുക്ക് ഷിയർ ഫോഴ്സ് എന്ന് പറയാം. ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബീം ബെൻഡ് ആവാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ബീമിൻ്റെ ബെൻഡിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ബെൻഡിങ് വരിക, അല്ലെങ്കിൽ ആ ബീമിന് ബെൻഡിങ് വന്നു കഴിഞ്ഞാൽ അത് തടയാനുള്ള മുൻകരുതൽ എന്തൊക്കെ എടുക്കണമെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ബെൻഡിങ് മൊമെൻറ്റ് എന്നുള്ളതൊരു ഫോഴ്സ് തന്നെയാണ്. അത് ഈ ബീമിൻ്റെ ബെൻഡിങ്ങിന് കാരണമാവും. ഓക്കെ, സോ ആ കാരണമാവുന്ന ബെൻഡിങ്ങിന് കാരണമാകുന്ന ഷിയറിങ്ങിന് കാരണമാകുന്ന ഫോഴ്സുകളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി നമുക്ക് ഗ്രാഫിക്കലി ആ ഫോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റിയെയും ആ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഗ്രാഫിക്കലി കാണിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ഡയഗ്രത്തിലൂടെ വരയ്ക്കേണ്ട ഒരാവശ്യമുണ്ട്. അപ്പോൾ അതെങ്ങനെ വരയ്ക്കുക എന്നുള്ളത്, അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണ്, ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് എന്നുള്ള ടോപ്പിക്ക്. അതേപോലെ തന്നെ മൊഡ്യൂൾ 4 മറ്റൊരു പ്രധാന ടോപ്പിക്കാണ് ടോർഷൻ മീൻസ് നമുക്കറിയാം, ഷാഫ്റ്റുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഷാഫ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റാണ്, ഒരു എഞ്ചിനീയറിംഗ് മെമ്പറാണ്. ഷാഫ്റ്റുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഷാഫ്റ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് പവർ ട്രാൻസ്മിഷൻ നമ്മൾ നടത്തുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വാഹനങ്ങളിൽ IC എൻജിൻ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? IC എൻജിൻ ഒരു പവർ പ്ലാന്റ് ആണ്, പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പവർ വീലിലേക്ക് എത്തപ്പെടുന്നത് ഗിയർ ബോക്സിലൂടെ വന്ന് പ്രൊപ്പല്ലർ ഷാഫ്റ്റിലൂടെ അതെവിടെ എത്തുകയാണ്? വീലിലേക്ക് എത്തുകയാണ്. സോ എൻജിനിൽ നിന്നും വീലിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ബൈക്കുകളിലൊക്കെ ആണെങ്കിൽ ചെയിനുകളാണ് ഉപയോഗിക്കുന്നത്. ചില വാഹനങ്ങളിൽ ബെൽറ്റുകളാണ് ഉപയോഗിക്കുന്നത്. വലിയ വാഹനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഷാഫ്റ്റുകളാണ്. അപ്പോൾ ഈ ഷാഫ്റ്റ് എത്രയാണോ എഞ്ചിൻ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് ആ പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആ ഷാഫ്റ്റിന് ഉണ്ടായിരിക്കണം. സോ ആ ഷാഫ്റ്റ് പവർ കൂടുന്തോറും ആ ഷാഫ്റ്റിൻ്റെ സ്ട്രെങ്ത് കൂടണം. ആ സ്ട്രെങ്ത് കൂടണമെന്നുണ്ടെങ്കിൽ ആ ഷാഫ്റ്റ് ഏത് മെറ്റീരിയലാണ് എന്ന് നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. അതുമാത്രമല്ല, ആ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ അല്ലേ, അതിൻ്റെ വലിപ്പം, അതിൻ്റെ ലെങ്ത്ത്, ഇതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പവർ ട്രാൻസ്മിഷൻ എഫക്റ്റീവായിട്ട് ആൻഡ് എഫിഷ്യൻ്റായിട്ട് നടക്കുകയുള്ളൂ. സോ ടോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെമ്പറിൽ ടോർക്ക് ആക്ട് ചെയ്യുന്ന സമയത്ത്, ടോർക്ക് എന്നുള്ളത് നമുക്കറിയാം, അതൊരു ഫോഴ്സാണ്, റൊട്ടേറ്റിംഗ് ഫോഴ്സാണ്. ആ ഫോഴ്സ് എവിടെയാണോ ആക്ട് ചെയ്യുന്നത്, എന്താ സംഭവിക്കുക? ആ ആക്ട് ചെയ്യുന്ന ഭാഗം റൊട്ടേറ്റ് ചെയ്യാൻ, തിരിയാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ഓക്കെ, അപ്പോൾ ആ എഞ്ചിനീയറിംഗ് മെമ്പറിൽ ടോർക്ക് എന്ന ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കെന്ത് വിളിക്കാം? അതിന് ടോർഷൻ എന്ന് വിളിക്കാം. ആ സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ് ഷിയർ സ്ട്രെസ്സാണ്. നമുക്ക് സംസാരിക്കാം അതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടതുണ്ട്. ഷിയർ സ്ട്രെസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ദെൻ മൊഡ്യൂൾ 4 ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ബെൻഡിങ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞു. ഒരു ബീമിൽ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ ബീം ബെൻഡ് ആവാനുള്ളൊരു സാധ്യത ഉണ്ട് അല്ലേ? അങ്ങനെ വാക്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ബെൻഡിങ് മൊമെൻറ്റ് വരുന്ന സമയത്ത് ആ ബീം ഒരു കാരണവശാലും ബെൻഡായി പൊട്ടിപ്പോകാൻ പാടില്ല.
പൊട്ടിപ്പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ബീമിൻ്റെ ലെങ്ത്ത്, ആ ബീമിൻ്റെ ബ്രെഡ്ത്ത്, ആ ബീമിൻ്റെ തിക്നെസ്, ഈ തിക്നെസ്സും ബ്രെഡ്ത്തും അതിൻ്റെ ലെങ്ത്തും ഒക്കെ എന്ത് ചെയ്യണം, നമുക്ക് എത്രയാണോ അതിൽ ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് ആ ബെൻഡിങ് മൊമെൻറ്റിനെ തടയുന്ന രൂപത്തിലുള്ള കഴിവുകളുള്ള അതിൻ്റെ മെഷർമെൻ്റ് ആയിരിക്കണം ബീമിനുണ്ടായിരിക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ചെറിയ കുട്ടിയുണ്ട്, ഒരു വലിയ കുട്ടിയുണ്ട്, ചെറിയ കുട്ടിയുണ്ട്, ഒരു വലിയ ആളുണ്ട്. ഒരു വലിയ ആളെ തലയിൽ നമ്മളൊരു 200 കിലോ അരി വെച്ച് കൊടുക്കുക. ചെറിയ കുട്ടിയുടെ തലയിൽ നോക്കാൻ പറ്റുമോ? എന്താ കാരണം? ആ 200 കിലോഗ്രാം ലോഡ് താങ്ങാനുള്ള ശരീരപ്രകൃതിയല്ല ചെറിയ കുട്ടികളിൽ. വലിയ ആൾക്കോ അതിനുള്ള കഴിവുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ബീമിൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ബീം ഒരു കാരണവശാലും ഒരു ചെറിയ കുട്ടിയാവരുത്, അതായത് കുറഞ്ഞ ലെങ്ത്തോ കുറഞ്ഞ തിക്നെസ്സോ ഒന്നും ആവരുത്. എത്രയാണോ ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് അതിനനുസരിച്ചുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും തിക്നെസ്സും ഒക്കെ ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ബെൻഡിങ് എന്നുള്ള ടോപ്പിക്ക് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, സോ മൊഡ്യൂൾ 4 നമുക്ക് അത് പറഞ്ഞ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ് ഇനി പെൻഡിങ് ഉള്ളത്. ഇത് ബാക്കിയുള്ള 3 ടോപ്പിക്കുകളും മൊഡ്യൂൾ 4 നിന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ടോർഷൻ എന്നുള്ള ഭാഗമാണ്. ഓക്കെ, എങ്ങനെ ടോർഷൻ എന്നുള്ളത് നോക്കി. ഇതൊരു ഷാഫ്റ്റാണ്. ഈ ഷാഫ്റ്റിലേക്ക് നമ്മൾ ടോർക്ക് കൊടുക്കണം. ടി എന്ന് പറഞ്ഞാൽ ടോർക്കാണ്. ടോർക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ ഈ പോയിന്റ് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ പോയിന്റ് ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ പോയിന്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടല്ലോ, അതിന് നമ്മൾ തീറ്റ എന്നുള്ളതാണ് കൊടുക്കുക, ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ റൊട്ടേഷൻ എത്രത്തോളം നടക്കുന്നെന്ന് കാണിക്കാൻ നമ്മൾ ആംഗിൾ വെച്ചിട്ടാണ് സംസാരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, ഈ ലൈൻ ഇങ്ങോട്ട് വരില്ല, ഈ പോയിന്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്, പക്ഷേ ഈ പോയിന്റ് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നില്ല. ഈ പോയിന്റ് ഇവിടുന്ന് ഇങ്ങനെ ലൈൻ വരുന്നത്. അതായത് നമ്മളൊരു തലയ്ക്ക് ഒരു തലയ്ക്ക് ഈ ഡയറക്ഷനിലാണ് ടോർക്ക് കൊടുക്കുന്നതെങ്കിൽ ഒരു തലയ്ക്ക് ഈ ഡയറക്ഷനിലാണ് ടോർക്ക് കൊടുക്കുന്നത്. ടോർക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ പോയിന്റ് ഇങ്ങോട്ടും ഈ പോയിന്റ് അങ്ങോട്ടും പോകും. പക്ഷേ ഈ പോയിന്റ് എന്തെങ്കിലും ഈ പോയിന്റിനെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഫിക്സഡ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു ഫിഗറാണിത്. ഈ R എന്ന് പറഞ്ഞാൽ ഈ ഷാഫ്റ്റിൻ്റെ റേഡിയസ് ആണ് R. സോ ടോട്ടൽ എന്ത് വരും, ഡയമീറ്റർ വരും. L എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിൻ്റെ ലെങ്ത് ആണ്. ഒരു ഷാഫ്റ്റിൻ്റെ റേഡിയസ് ഉണ്ട്, ഷാഫ്റ്റിന് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഉണ്ട്, ഷാഫ്റ്റിന് എന്തുണ്ട്, ലെങ്ത് ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചു. ഇനി എന്താണ് ടോർഷൻ ഓഫ് ഷാഫ്റ്റ്? ഒന്നാമത്തെ പോയിന്റ്, എ ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ടിങ് ഓൺ മെഷീൻ പാർട്ട് ടെൻഡ്സ് ടു ട്വിസ്റ്റ് ഇറ്റ്. ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് മെഷീൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ട്വിസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഈ ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക, ഇത് ഷാഫ്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് വിചാരിക്കാം. ഷാഫ്റ്റിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. ഓക്കെ, ഇത് ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്, ഷാഫ്റ്റാണ്. നമ്മൾ ഈ ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിരിക്കും ലോഡ് അപ്ലൈ ചെയ്യാം, അല്ലേ? ഇങ്ങനെ ലോഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഭാഗത്ത് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിങ്ങോട്ട് കറങ്ങാനുള്ള ടെൻഡൻസി കാണിക്കും. ഞാൻ ഈ ലോഡ് ഇവിടെ അപ്ലൈ ചെയ്തെങ്കിലോ ഇത് കറങ്ങുമോ? ഈ ഷാഫ്റ്റ് ഉണ്ട് നീങ്ങിപ്പോവാനുള്ള മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുക. ഇതെന്ത് ചെയ്യും, ഈ ഫോഴ്സ് മുഖാന്തരം എന്ത് ചെയ്തു, റൊട്ടേറ്റ് ചെയ്യും. സോ ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സർഫസിന് പാരലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ നമുക്ക് എന്ത് വിളിക്കാം, ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് വിളിക്കാം. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തതാണ്, വളരെ എഫക്റ്റീവായിട്ട് ഒന്ന് റീകോൾ ചെയ്തതെന്ന് മാത്രം. സോ മനസ്സിലാക്കുക, ഒരു എഞ്ചിനീയറിംഗ് മെമ്പറിൽ, ഒരു മെഷീൻ പാർട്ടിൽ ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, ആ ഒരു ഭാഗം റൊട്ടേറ്റ് ചെയ്യാൻ, ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ തിരിയുക, കറങ്ങുക എന്നുള്ളൊക്കെ മീനിങ് ആണ്. സോ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്, അല്ലേ? അത് കറങ്ങും. ദ ട്വിസ്റ്റിംഗ് ഓർ ടേണിംഗ് എഫക്റ്റ് ഓഫ് എ ഫോഴ്സ് ഇസ് കോൾഡ് ടോർക്ക്. അങ്ങനെ ട്വിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ടേൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടേണിംഗ് എഫക്റ്റിനെ, ഫോഴ്സിൻ്റെ ടേണിംഗ് എഫക്റ്റിനെയോ ട്വിസ്റ്റിംഗ് എഫക്റ്റിനെയോ നമുക്ക് എന്ത് വിളിക്കാം, ടോർക്ക് എന്ന് വിളിക്കാം. എന്താ നമ്മൾ പറഞ്ഞത്, ഒരു മെമ്പറിൽ ടാൻജൻഷ്യലി ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തിനുള്ള സാധ്യത ഉണ്ട്, ട്വിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ആ ട്വിസ്റ്റിംഗ് എഫക്റ്റിനെ അല്ലെങ്കിൽ ടേണിംഗ് എഫക്റ്റിനെ നമുക്ക് എന്ത് വിളിക്കാം, ടോർക്ക് എന്ന് വിളിക്കാം. ഇനി എ മെമ്പർ സബ്ജക്റ്റഡ് ടു ടോർക്ക് ഈസ് സെറ്റ് ടു ബി അണ്ടർ ടോർഷൻ. ഏതെങ്കിലും ഒരു ആ മെമ്പറിൽ ടോർക്ക് എന്നുള്ള ലോഡാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, ആ ഒരു മെമ്പർ, ആ ഒരു ഒബ്ജക്റ്റ് ടോർഷനിലാണ് എന്ന് വിളിക്കാം. ഒരു മനുഷ്യൻ, ഒരാൾ നന്നായിട്ട് ചിരിക്കുകയാണ്,
നമുക്ക് എന്ത് പറയാം, ആ മനുഷ്യൻ സന്തോഷത്തിലാണ് എന്ന് മനസ്സിലാക്കാം. ഒരാൾ ദേഷ്യപ്പെടുകയാണ്, നമുക്ക് മനസ്സിലാക്കാം ആ ഒരു മനുഷ്യൻ ഭയങ്കര എന്താ പറയുക, കുറച്ച് പിരിമുറുക്കത്തിലാണെന്ന് പറയാം അല്ലെ ദേഷ്യപ്പെടുമ്പോൾ. അതേപോലെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് മെമ്പറിൽ ടോർക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു എഞ്ചിനീയറിംഗ് മെമ്പറിനെ അല്ലെങ്കിൽ ആ ഒരു മെഷീൻ പാർട്ടിനെ എന്ത് പറയാം, ആ മെഷീൻ പാർട്ട് ടോർഷനിലാണ് എന്ന് പറയാം. സോ ടോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ പാർട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ ടോർക്ക് ആക്ട് ചെയ്യുന്നെങ്കിൽ അപ്പോഴത്തെ ആ ഒരു മെഷീൻ പാർട്സിൻ്റെ എഞ്ചിനീയറിംഗ് മെമ്പറിൻ്റെ അവസ്ഥയെ നമുക്ക് എന്ത് വിളിക്കാം, ടോർഷൻ എന്ന് വിളിക്കാം. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമുക്കത് പഠിക്കേണ്ടതുണ്ട്. ഷാഫ്റ്റുകളിലാണ് ടോർഷൻ ഏറ്റവും കൂടുതൽ വരുന്നത്, ഷാഫ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗപ്പെടുന്നത്. ഓക്കെ, ഷാഫ്റ്റിൽ മാത്രമൊന്നുമല്ല കേട്ടോ വരെ, ഞാനൊരു എക്സാമ്പിളിലൂടെ സംസാരിക്കുന്നു എന്ന് മാത്രം. സെവറൽ പാർട്സ് സച്ച് ആസ് ബോൾട്ട്, ഷാഫ്റ്റ്, സ്പ്രിങ്സ് ആർ സബ്ജക്റ്റഡ് ടു ടോർക്ക്. സ്പ്രിങ്ങുകളിലും ബോൾട്ടുകളിലും എല്ലായിടത്തും എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്, ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെയൊക്കെ എന്ത് അവസ്ഥ വരാം, ടോർഷൻ എന്നുള്ളൊരവസ്ഥ വരാം. സോ ടോർക്ക് എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു ഒബ്ജക്റ്റിലേക്ക് ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ട്വിസ്റ്റ് ചെയ്യാനുള്ള, റൊട്ടേറ്റ് ചെയ്യാനുള്ള, ടേൺ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും, ഒരു എഫക്റ്റ് കാണിക്കും. അതിന് നമുക്ക് എന്ത് വിളിക്കാം, ടോർക്ക് എന്ന് വിളിക്കാം. ഇങ്ങനെ ടോർക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുക അല്ലേ. ടോർക്ക് വന്നാൽ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡോർ അടക്കാറുണ്ട്, ഡോർ അടക്കുമ്പോൾ ഡോറിൻ്റെ റൊട്ടേറ്റ് ചെയ്ത് പോയി അടയാണ് ചെയ്യുക. സോ നിങ്ങൾ ഡോർ അടക്കുന്ന സമയത്ത് ആ ഡോറിൽ അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ ടോർക്കാണ്. ടോർക്ക് മുഖാന്തരമാണ് നമ്മുടെ റൂമിൻ്റെയും എവിടെയാണ് വേണ്ടില്ല നമ്മൾ വീടിൻ്റെ എല്ലാ ഭാഗത്തെ വാതിലുകളും അടഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, എഫ് ഇൻറ്റു ഡി. അത് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഇത് ഡോറാന്ന് വിചാരിക്കുക, ഇവിടെയാണ് അതിൻ്റെ ഹിഞ്ചസ് ഉള്ളത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ഈ ഭാഗത്ത് ഒരു ലോഡിന് അതൊന്ന് പുഷ് ചെയ്യില്ല, ഒന്നുകൂടെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോർ എന്ത് ചെയ്യും, പോയിട്ട് അടയും. ആ പുഷ് ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് എഫ് എന്ന് വിളിക്കാം. ഈ ഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹിഞ്ചസ് കിടന്നിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഈ പോയിന്റ് കിടന്നിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇതാണ് എന്ത്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡി. അപ്പോൾ നിങ്ങളൊരു സ്പാനർ ഉപയോഗിച്ച് ഇതൊരു ആലോചിച്ച് നോക്ക്, ഇതൊരു നട്ടാന്ന് വിചാരിക്കാം. നിങ്ങൾ ഇതൊരു സ്പാനർ ഉപയോഗിക്കുകയാണ്, സ്പാനർ ഉപയോഗിച്ച് ഇത് ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് ഉപയോഗിക്കും, എഫ് എന്നുള്ള ഫോഴ്സ് ഉപയോഗിക്കും അല്ലേ, എഫ്. ഇനി ഡി എന്ന് പറഞ്ഞാൽ ഈ എവിടെയാണോ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അവിടെ നിന്നും ഈ സെൻറ്ററിലേക്കുള്ള ഇവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ, ഇത് റൊട്ടേറ്റ് ചെയ്യവിടെ, ഇത് ഇവിടെ കിടന്നിട്ടാണ്, ഈ ഡിസ്റ്റൻസ് ആണ് എന്ത്, ഡി. ഇനി ആലോചിച്ച് നോക്കുക, നമ്മൾ സ്പാനറിൻ്റെ ഒരു കാരണവശാലും ഇവിടെ പിടിച്ചിട്ടല്ല റൊട്ടേറ്റ് ചെയ്യൽ, ഏറ്റവും എൻഡിലായിരിക്കും. എന്താ എൻഡിൽ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യാനുള്ള കാരണം, അപ്പോഴാണ് ഡി കൂടുള്ളൂ. ഡി കൂടി കഴിഞ്ഞാൽ എന്ത് കൂടും, ടോർക്ക് കൂടും, പെട്ടെന്ന് തിരിഞ്ഞ് റൊട്ടേറ്റ് ചെയ്ത് ടൈറ്റ് ആവാനുള്ള ടെൻഡൻസി കൂടും. സോ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ, നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നില്ല, നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യങ്ങളും ഇവിടെ വരുന്നില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി വരാണ്. ടി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എന്നുള്ള ഇക്വേഷനാണ് ടോർക്കിൻ്റെ ബേസിക് ഇക്വേഷൻ. ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ എന്നാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടനാണ്, ഡി എന്ന് പറഞ്ഞാൽ മീറ്ററാണ്. ഓക്കെ, ന്യൂട്ടൺ മീറ്ററിലോ ന്യൂട്ടൺ മില്ലിമീറ്ററിലൊക്കെ നമ്മൾ യൂണിറ്റുകൾ സംസാരിക്കാറുണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. ഇനി ടോർഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരു ഏത് ടൈപ്പിലുള്ള ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഒബ്ജക്റ്റിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്. സ്ട്രെസ് സ്ട്രെയിൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ടോർക്ക് ഒരു മെഷീൻ പാർട്ടിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് ഷിയർ സ്ട്രെസ്സാണ്. ഓക്കെ, ഷിയർ സ്ട്രെസ്സാണ് ടോർക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടോർക്ക് മുഖാന്തരം ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ്സിന് നമുക്ക് എന്ത് വിളിക്കാം, ഷിയർ സ്ട്രെസ് എന്ന് വിളിക്കാം. ഇനി the shaft that subjected to torque and not carrying any bending moment and axial load is said to be under pure shear. അതായത് ഒരു ഷാഫ്റ്റിൽ ടോർക്ക് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ, ബെൻഡിങ് മൊമെൻ്റ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ബെൻഡിങ് മൊമെൻ്റ് ആക്ട് ചെയ്യാറുണ്ട് ഷാഫ്റ്റിൽ, കാരണം ഷാഫ്റ്റിൽ ബെൻഡിങ് മൊമെൻ്റ് ആണ്, ഷാഫ്റ്റ് വളഞ്ഞ് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. ഓക്കെ, ഒരു ലെങ്ത്തിൽ ഷാഫ്റ്റിന് നിൽക്കുക, നിങ്ങൾ ലോറികളുടെ ഒക്കെ ഷാഫ്റ്റുകളുണ്ടാവും, നല്ല ലെങ്ത്തിലാണ് കിടക്കുന്നുണ്ടാവുക. സോ ആ സമയത്ത് അത്രയും ലെങ്ത്തിൽ പവർ ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ അവിടെ ആ ഷാഫ്റ്റ് ബെൻഡായി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്.
ഇനി അങ്ങനെ ബെൻഡിങ് മൊമെൻ്റ് ആക്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ പറയുന്ന ഷിയറിനെ പ്യുവർ ഷിയർ എന്നാണ് പറയുക, പ്യുവർ ഷിയർ. ഓക്കെ, ഇനി അപ്പോൾ പ്യുവർ ഷിയർ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിവിടെ ബെൻഡിങ് മൊമെൻ്റ് ഇല്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, ഇനി ടോർഷൻ ഇക്വേഷൻ വളരെ ടോർഷനുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് ടോർഷൻ ഇക്വേഷൻ. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ടോർഷൻ്റെ പ്രോബ്ലം ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ആകെ ഒരു 3-4 ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്, കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, സോ വളരെ ഈസിയാണ്, കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ടോർഷൻ ഇക്വേഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ ഷാഫ്റ്റ് ഡ്യൂ ടു ടോർക്ക് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ യൂസിങ് ടോർഷൻ ഇക്വേഷൻ. ടോർഷൻ ഇക്വേഷൻ്റെ പ്രഥമ ലക്ഷ്യം ഒരു മെമ്പറിൽ, ഒരു ഷാഫ്റ്റിൽ ടോർക്ക് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ടോർഷനാണ് അവിടെ സംഭവിക്കുന്നത്. സോ ടോർക്ക് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ടോർക്ക് മുഖാന്തരം ആ ഷാഫ്റ്റിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന, ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സിനെ കുറിച്ച് ഒരു അറിവ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ടോർഷൻ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ടോർഷൻ ഇക്വേഷനിൽ ഷിയർ സ്ട്രെസ് മാത്രമല്ല, മറ്റു പല പാരാമീറ്ററുകളും കണ്ടുപിടിക്കാം. അത് നമുക്ക് ഓൾറെഡി അറിയാലോ. ഒരു ഇക്വേഷൻ ഇപ്പോൾ സ്ട്രെസ് സിഗ്മ ഇസ് ഈക്വൽ ടു F/A അല്ലെങ്കിൽ P/A എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. എന്നിരുന്നാലും നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കാം? ലോഡും കണ്ടുപിടിക്കാം, ഏരിയയും കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ ടോർഷൻ ഇക്വേഷൻ്റെ പ്രഥമ ലക്ഷ്യം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കലാണെങ്കിലും മറ്റ് പാരാമീറ്ററുകൾ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് അറേഞ്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ പോയിന്റുകൾ ഉണ്ടല്ലോ, ഒരു കാരണവശാലും നിങ്ങൾ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കല്ല. എക്സാമിന് മൊഡ്യൂൾ 4 തിയററ്റിക്കൽ പാർട്ടിൽ നിരന്തരം ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അതായത് നമ്മൾ ഈ ടോർഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന സമയത്ത് പലതരം ഊഹങ്ങൾ എടുക്കുന്നുണ്ട്, അസംഷൻസ് എടുക്കുന്നുണ്ട്. ഓക്കെ, അസംഷൻസ് നമ്മളങ്ങനെ എടുക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ആവണമെന്നൊന്നുമില്ല പ്രാക്ടിക്കൽ കേസിൽ. പക്ഷെ തിയററ്റിക്കലി നമ്മൾ വിചാരിക്കുകയാണ് ഇങ്ങനെയാണ് സംഭവം എന്ന് വിചാരിച്ചിട്ട് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാണ്. ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് പ്രാക്ടിക്കലായിട്ടുള്ള പല കണ്ടീഷൻസും അതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. സോ ടോർഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട ചില അസംഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഊഹാപോഹങ്ങൾ എന്നൊക്കെ പറയില്ലേ. ഒന്നാമത്തെ പോയിന്റ് നിർബന്ധം പഠിക്കണം കേട്ടോ, 100% ചോദിക്കുന്നൊരു ചോദ്യമാണ്. ദ മെറ്റീരിയൽ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് യൂണിഫോം ത്രൂ ഔട്ട്. ആ ഷാഫ്റ്റ് ഒരെൻഡ് മുതൽ മറ്റേ എൻഡ് വരെ എല്ലാ ഭാഗത്തും ഒരേ മെറ്റീരിയൽ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്, ഒരേപോലെയാണ്. ദ ഷാഫ്റ്റ് ഈസ് ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷൻ. ഷാഫ്റ്റ് എന്തിലായിരിക്കണം? സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കണം അല്ലേ, സർക്കുലർ ഷേപ്പിലായിരിക്കണം. ഷാഫ്റ്റ് ഈസ് ഇനീഷ്യലി സ്ട്രെയിറ്റ് ആൻഡ് അൺസ്ട്രെയിൻഡ്. അതായത് ഷാഫ്റ്റിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഷാഫ്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കും അല്ലേ, ഒരു കാരണവശാലും ബെൻഡോ ഒന്നും അതിൻ്റെ ലെങ്ത് വർദ്ധിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. സോ സ്ട്രെയിറ്റ് ആയിരിക്കണം, അൺസ്ട്രെയിൻഡ് ആയിരിക്കണം. അൺസ്ട്രെയിൻഡ് മീൻസ് ദർ ഈസ് നോ ഡിഫോമേഷൻ. ഒരു കാരണവശാലും ഡിഫോമേഷൻ സംഭവിക്കാൻ പാടില്ല, മെഷർമെൻറ്റിൽ മാറ്റങ്ങൾ വരാൻ പാടില്ല എന്നുള്ള. അപ്പോൾ ചെറിയ മൈന്യൂട്ടായിട്ട് മാറ്റങ്ങളൊക്കെ വരും. ഇത് മൊത്തം അസംഷൻസ് ആണ്. ദെൻ ദ ക്രോസ് സെക്ഷൻസ് റിമൈൻ പ്ലെയിൻ. ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യണം? നമ്മൾ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്, അതിന് യാതൊരുവിധ കോട്ടവും പറ്റാതെ കൃത്യമായിട്ട് പ്ലെയിൻ ആയിട്ടിരിക്കണം. ആൻഡ് ദ റേഡിയൈ എന്ന് പറഞ്ഞാൽ റേഡിയസ് റിമൈൻ സ്ട്രെയിറ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്വിസ്റ്റിംഗ്. ഷാഫ്റ്റ് തിരിക്കുന്നതിൻ്റെ മുന്നേയും തിരിക്കുന്നതിന് ശേഷവും ഇതിൻ്റെ ഷാഫ്റ്റിൻ്റെ റേഡിയസ് എന്തിരിക്കണം? സ്ട്രെയിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാം, അസംഷൻസ് ആണ് ഞാൻ പറഞ്ഞു. ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്. ഷിയർ സ്ട്രെസ് എപ്പോഴും എന്തിൻ്റെ താഴെ ആയിരിക്കണം? ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ താഴെ ആയിരിക്കണം. ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ പ്രത്യേകത എന്താ? ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിലേക്ക് ലോഡ് അപ്ലൈ ചെയ്താൽ ആ ഒബ്ജക്റ്റിൽ ഡീഫർമേഷൻ സംഭവിക്കും, സ്ട്രെയിൻ സംഭവിക്കും അല്ല, അതിൻ്റെ ലെങ്ത് വർദ്ധിക്കാം, ഡയമീറ്റർ വർദ്ധിക്കാം, ഏതാണോ ആ ഒരു മെഷർമെൻറ്റ് വർദ്ധിക്കാം. പക്ഷേ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിൽ നിന്നും ലോഡ് അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ലോഡ് വിടുത്തി കഴിഞ്ഞാൽ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ടെൻഡൻസിയാണ് എലാസ്റ്റിസിറ്റി എന്ന് പറയാം അല്ലേ. എലാസ്റ്റിക് മെറ്റീരിയൽ അങ്ങനെയാണല്ലോ, ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് വർദ്ധിക്കും, തിരിച്ചു വിട്ടാൽ എന്ത് ചെയ്യും? പഴയ പൊസിഷനിലേക്ക് തന്നെ വന്ന് നിൽക്കും. സോ
ഷിയർ സ്ട്രെസ് എപ്പോഴും എന്ത് ചെയ്യണം, ആ ഒരു ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിലായിരിക്കണം. ഈ ഷാഫ്റ്റിൻ്റെ ഓരോ ലെയറും പുറത്തുള്ള ഓരോ സർക്കംഫറൻഷ്യലാണ് പുറത്തുള്ള ഓരോ ലെയറും ഹുക്സ് ലോ ഒബേ ചെയ്യണം. ഇലാസ്റ്റിക് ലിമിറ്റുമായി ബന്ധപ്പെട്ട ഒരു ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ബൾക്ക് മോഡുലസ്, യങ്സ് മോഡുലസ് അങ്ങനെയൊക്കെ പഠിച്ചിരുന്നു. സോ മോഡുലസ് ഓഫ് റിജിഡിറ്റി, ടോർക്കുമായി ബന്ധപ്പെട്ടാണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഷിയർ സ്ട്രെസ്സിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇലാസ്റ്റിക് കോൺസ്റ്റൻ്റ് അതാണ്. അപ്പോൾ ഹുക്സ് ലോ എന്ത് ചെയ്യണം, ഒബേ ചെയ്യുന്നതായിരിക്കണം. ഈ ഒരു 5 അസംഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി എന്താ ടോർഷൻ ഇക്വേഷൻ? ടോർഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. T/J is equal to tau by R is equal to G theta by L. അതിവിടെ T എന്ന് പറഞ്ഞാൽ ടോർക്ക് ഓർ ട്വിസ്റ്റിംഗ് മൊമെൻ്റ് എന്നാണ്. ടോർക്കിനാണ് T എന്നുള്ള അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ടോർക്ക് നമ്മൾ ന്യൂട്ടൺ മീറ്റർ എന്നോ ന്യൂട്ടൺ മില്ലിമീറ്റർ എന്നോ ഈ 2 യൂണിറ്റുകളും ഉപയോഗിക്കാറുണ്ട്. പ്രോബ്ലത്തിൽ കടന്നു നോക്കുക. J എന്ന് പറഞ്ഞാൽ പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്നുള്ളതാണ്. പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുമായി ബന്ധപ്പെട്ടൊരു ടേമാണ്. നമുക്ക് ആ സമയത്ത് അത് സംസാരിക്കാം. പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ചെറിയൊരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഡിനോട്ട് ചെയ്യുന്നത് m/4 അല്ലെങ്കിൽ mm/4 എന്നുള്ള യൂണിറ്റിലാണ്. യൂണിറ്റുകൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. നമുക്ക് വേണ്ടത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വെറും വാല്യൂസ് മാത്രമല്ല, അതിൻ്റെ കൂടെ യൂണിറ്റും നമുക്ക് ആവശ്യമാണ്. ടോ എന്ന് പറഞ്ഞാൽ മാക്സിമം ഷിയർ സ്ട്രെസ്സിനെയാണ് ടോ എന്നുള്ള ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ്, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നുള്ള യൂണിറ്റിലും നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഷാഫ്റ്റിൻ്റെ റേഡിയസ് ആണ്. ഷാഫ്റ്റിൻ്റെ റേഡിയസ് മീറ്ററിനോ മില്ലിമീറ്ററിലോ നമ്മൾ പറയാറുണ്ട്. തീറ്റ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഇൻ റേഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആംഗിൾ റേഡിയൻസിലും അതേപോലെ തന്നെ ഡിഗ്രിയിലും നമ്മൾ അടയാളപ്പെടുത്താറുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഏതാണ്, റേഡിയനിലുള്ള ആംഗിൾ ഓഫ് ട്വിസ്റ്റാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ദെൻ എൽ ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ഷാഫ്റ്റ്, അത് മില്ലിമീറ്ററിലോ അല്ലെങ്കിൽ മില്ലിമീറ്ററിലോ ആയിരിക്കും. ഇനി നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുന്ന ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം T/J ഇസ് ഈക്വൽ ടു ടോ ബൈ ആർ, അല്ലെങ്കിലോ T/J ഇസ് ഈക്വൽ ടു G theta by L അങ്ങനെ എഴുതാം. ഇതിൻ്റെ അർത്ഥം എന്താ, ഇതും പരസ്പരം എല്ലാതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണെന്നാണ്. അപ്പോൾ ടോർഷൻ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഇത് വെട്ടിയിട്ട് T/J ഇസ് ഈക്വൽ ടു ടോ ബൈ ആർ എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എങ്ങനെ എഴുതാം, ഇത് വെട്ടിയിട്ട് T/J ഇസ് ഈക്വൽ ടു G theta by L എന്ന് എഴുതാം. ഓക്കെ, ഈക്വൽ എന്ന് വന്നുകൊണ്ടാണ് പറയുന്നത്, പരസ്പരം ഈക്വൽ ആയതുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, T/J വെട്ടിയാൽ ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു G theta by L എന്നും എഴുതാം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമുക്കിവിടെ പഠിക്കാനുള്ളത്, നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഈ G theta by L ആവശ്യം നമുക്കില്ല. ഓക്കെ, G theta by L ആവശ്യം നമുക്ക് എന്തില്ല, ഇവിടെ ഇല്ല. നമ്മൾ എന്ത് മാത്രമേ എടുക്കുന്നുള്ളൂ, T/J ഇസ് ഈക്വൽ ടു ടോ ബൈ ആർ എന്നുള്ള അത്രയും ഭാഗം വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. പക്ഷേ ഇതിൽ നമുക്ക് എന്തും കണ്ടുപിടിക്കാം, ജി കണ്ടുപിടിക്കാം, തീറ്റ കണ്ടുപിടിക്കാം, ലെങ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. ഇതാണ് ടോർഷൻ ഇക്വേഷൻ. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷൻ എല്ലാം ഉപയോഗിക്കാം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ഇക്വേഷൻ വലിയ കാര്യമായി പഠിപ്പിച്ചിട്ട് പിന്നെ പറയാണ് ഇപ്പോൾ ഈ ഇക്വേഷൻ അല്ല പഠിപ്പിക്കുന്നതെന്ന്. അതിന് കാരണമുണ്ട്. ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, വേറൊരു കാര്യം മാറ്റിയെടുക്കും. അതാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈസിയാവും, അതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ടോർഷൻ ഇക്വേഷൻ പറഞ്ഞാൽ ഇതാണ്. എക്സാമിന് ടോർഷൻ ഇക്വേഷനെ പറ്റി എഴുതാൻ ചോദിക്കാറുണ്ട് പൊതുവായിട്ട്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ എഴുതി വെക്കണം. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന ഇക്വേഷനല്ല, ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. എന്നിട്ട് ആ ഇക്വേഷൻ്റെ ഓരോ ടേമുകൾ നമ്മൾ ഡിനോട്ട് ചെയ്യണം, അതിൻ്റെ യൂണിറ്റുകൾ എന്ത് ചെയ്യണം, അവിടെ ഡിനോട്ട് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി പവർ ട്രാൻസ്മിറ്റഡ് ബൈ ഷാഫ്റ്റ്. ഒരു ഷാഫ്റ്റ് ഉപയോഗിച്ച് എത്ര പവർ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും? നമുക്ക് കണ്ടുപിടിക്കണം. പവർ ട്രാൻസ്മിഷൻ, ഷാഫ്റ്റ് ഉപയോഗിച്ച് പവർ എത്ര ട്രാൻസ്മിറ്റ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഷാഫ്റ്റിന് പ്രത്യേകത ഉണ്ട്. അതൊന്നെങ്കിൽ സോളിഡ് ഷാഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹോളോ ഷാഫ്റ്റ് ആയിരിക്കാം.
ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ ഹോൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഷാഫ്റ്റിൽ ഉണ്ടാവില്ല, ഹോൾ ഇല്ലാത്തൊരവസ്ഥയും വരാം. സാധാരണഗതിയിൽ നമ്മൾ വാഹനങ്ങളുടെയൊക്കെ ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ ഹോളുണ്ട്. ഓക്കെ. സോ ഹോളോ ഷാഫ്റ്റും സോളിഡ് ഷാഫ്റ്റും, ഈ രണ്ട് ഷാഫ്റ്റ് ഉപയോഗിച്ച് നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം കേസിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ. പ്രാക്ടിക്കൽ കണ്ടീഷനിൽ നമ്മളിത് ഉപയോഗിക്കുക. എന്തിനാണ് ഈ പവർ കണ്ടുപിടിക്കുന്നത്? ഇൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് മസ്റ്റ് സംടൈംസ് ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ പവർ വിച്ച് ഈസ് റിക്വയർഡ് ടു ട്രാൻസ്മിറ്റ്. ഒരു പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ പവർ ട്രാൻസ്മിഷൻ കൂടുന്തോറും ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററും കൂടണം, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ഷാഫ്റ്റിൻ്റെ വലുപ്പം കൂടണം, അല്ലെങ്കിൽ ആ അത്രയും പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഷാഫ്റ്റിന് ഉണ്ടായിരിക്കില്ല. ഷാഫ്റ്റ് അങ്ങ് പൊട്ടിപ്പോവും, ചുരുങ്ങിപ്പോവും, അല്ലേ? അപ്പോൾ ഇവിടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കുന്നത് ഡയമീറ്ററും ഷിയർ സ്ട്രെസ്സൊക്കെ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ പവർ ട്രാൻസ്മിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P is equal to 2πnt/60 എന്നാണ്. 2πnt/60. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് ഇഫ് സ്പീഡ് ഇൻ n is equal to RPM എന്നാണ്. നിങ്ങളുടെ പ്രോബ്ലത്തിൽ സ്പീഡ് 60 RPM എന്നോ 70 RPM എന്നോ അല്ലെങ്കിൽ 100 RPM എന്നോ വാല്യൂവിൻ്റെ കൂടെ RPM എന്നാണ് തരുന്നതെങ്കിൽ, RPM എന്ന് പറഞ്ഞാൽ റെവല്യൂഷൻസ് പെർ മിനിറ്റ് എന്നാണ്. സോ ഈ RPM എന്നുള്ള യൂണിറ്റിലാണ് സ്പീഡ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഈ കാണുന്നതാണ്. P is equal to 2πnt/60. വാട്ട്സ് എന്നുള്ളത് പവറിൻ്റെ യൂണിറ്റാണ്. ഓക്കെ. അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം നിങ്ങളെ മനസ്സിൽ വേണം. ഇനി ഇഫ് സ്പീഡ് എക്സ്പ്രസ്ഡ് ഇൻ റേഡിയൻ പെർ സെക്കൻഡ്, ചില സമയത്ത് നിങ്ങൾക്ക് സ്പീഡ് റേഡിയൻ പെർ സെക്കൻഡ് ആയി തരാറുണ്ട്, 60 റേഡിയൻ പെർ സെക്കൻഡ് എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ P is equal to TW വാട്ട്സ് എന്നാണ്. സോറി, വാട്ട്സ് അല്ല, T ഒമേഗ. W എന്നല്ലത് ഒമേഗ എന്നാണ് പറയാം. ഒമേഗ എന്ന് പറഞ്ഞാൽ സ്പീഡാണ്, ഷാഫ്റ്റിൻ്റെ സ്പീഡാണ്, റേഡിയൻ പെർ സെക്കൻഡിലെ സ്പീഡാണ്. T എന്ന് പറഞ്ഞാൽ ടോർക്കാണ്. ഓക്കെ. അപ്പോൾ എന്താ മാറ്റം എന്താ? ഈ ഇവിടെ ടീൻ്റെ കൂടെ 2πn/60 ആണ്. ഇതെപ്പോഴാണ് വരിക? സ്പീഡ് RPMലാകുമ്പോൾ. ഇവിടെ ടീൻ്റെ കൂടെ ആരാ? ഒമേഗയാണ്. ഇതെപ്പോഴാണ് വരിക? ഷാഫ്റ്റിൻ്റെ സ്പീഡ് റേഡിയൻ പെർ സെക്കൻഡ് ആകുമ്പോൾ. അപ്പോൾ റേഡിയൻ പെർ സെക്കൻഡ് ആണെങ്കിൽ P is equal to T ഒമേഗ എന്നുള്ള ഇക്വേഷനും, RPM ആണെങ്കിൽ P is equal to 2πnt/60 എന്നുള്ള ഇക്വേഷനാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പവറിൻ്റെ ഇക്വേഷനായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. പവറിൻ്റെ യൂണിറ്റ് എന്താ? വാട്ട്സ് ആണ്. എന്തിനാണ് ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ പവറിൻ്റെ ഇക്വേഷനിൽ നിന്നും കണ്ടുപിടിക്കുന്നത് T ആയിരിക്കും. കാരണം ഈ T എവിടെ ആവശ്യമുണ്ട്? ഇതിലാവശ്യമുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഷിയർ സ്ട്രെസ് ഒക്കെ കണ്ടുപിടിക്കാം. സോ വേറെ കാര്യമുണ്ട്, ഇവിടുന്ന് കിട്ടുന്ന T ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. ചില സമയത്ത് ഇവിടെ പ്രോബ്ലത്തിൽ ബാക്കിയുള്ള എല്ലാ വാല്യൂസും മില്ലിമീറ്ററിലായതുകൊണ്ട് ഈ ന്യൂട്ടൺ മീറ്ററിൽ കിട്ടുന്ന വാല്യൂ അങ്ങോട്ട് മാറ്റുമ്പോൾ ന്യൂട്ടൺ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതാണ് ഇതിൽ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു ഭാഗം. പവറിൻ്റെ ഇക്വേഷനിൽ നിന്നും കിട്ടുന്ന ടോർക്ക് എപ്പോഴും ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. അത് ടോർഷൻ ഇക്വേഷനിലേക്ക് മാറ്റുന്ന സമയത്ത് ചില സമയങ്ങളിൽ ആ ന്യൂട്ടൺ മീറ്ററിനെ ന്യൂട്ടൺ മില്ലിമീറ്ററിലേക്ക് മാറ്റേണ്ടി വരും. അതേത് സാഹചര്യമാണ് എന്നുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ബാക്കിയുള്ള ടേമുകളുടെ യൂണിറ്റുകളൊക്കെ നോക്കിയിട്ട് ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. പക്ഷെ അങ്ങനെ ഒരു മാറ്റാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ഇപ്പം തന്നെ നിങ്ങളെ മൈൻഡിലൂടെ ഓടിപ്പോണം. ഓക്കെ. അപ്പോൾ പവറിൻ്റെ രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അപ്പോൾ ഇത്രയും കാര്യം പഠിച്ചില്ലേ, ഇനി കുറച്ച് ടേംസുകളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള ഒരു ഇക്വേഷനാണ് ഈ കാണുന്നത്. അതേപോലെ കാണുന്ന ഇക്വേഷനാണ് ഈ കാണുന്നത്. നമ്മളിൽ കുറേ ഇക്വേഷൻസും കുറേ ടേംസൊക്കെ പഠിക്കുമെങ്കിലും പ്രോബ്ലം ചെയ്യാൻ ആവശ്യപ്പോൾ ഈ രണ്ടാളെ നമുക്ക് എന്തുണ്ട്? ആവശ്യമുണ്ട്. നോട്ട് ചെയ്ത് നോക്കുക. ഇനി ഇവിടെയൊക്കെ ഇക്വേഷൻ കാണുന്നുണ്ട്, ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാനില്ല. പക്ഷെ 2 മാർക്കിനൊക്കെ ചോദിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ടേമുകളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ 2 ഇക്വേഷൻ ഞാൻ പറഞ്ഞു കേട്ടോ. ഇനി അടുത്തത് പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ Z ആക്സിസ്, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ Z ആക്സിസിലാണ് ബേസ് ചെയ്തിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ Z ആക്സിസിലൂടെയുള്ള പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയെ നമുക്ക് Z ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയെ നമുക്ക് പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയും. കണ്ടുപിടിക്കുക IZZ is equal to IXX plus IYY എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാണ്. നമുക്കിത് പരിചയം ഉണ്ടാവില്ല, കാരണം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പഠിക്കാത്തതുകൊണ്ടാണ്. പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ എന്ത് ചെയ്യും? എഫക്റ്റീവായിട്ട് മനസ്സിലാവും. അങ്ങനെ പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് J എന്നുള്ളത്. പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ πd⁴/32 എന്നുള്ള ഇക്വേഷൻ കൊണ്ട് ചെയ്താൽ പോളാർ
മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. ഈ മൊമെൻ്റ് ഓഫ് ഇനർഷ്യക്ക് ഒരു പ്രത്യേകത ഉണ്ട്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൂടുന്തോറും ഒരു ഷാഫ്റ്റിൻ്റെ ഒരു ബീമിൻ്റെ സ്ട്രെങ്ത് കൂടും. ഒരു ഷാഫ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ പെട്ടെന്ന് നിർത്താനും കഴിയില്ല. അപ്പോൾ പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയിൽ ഷാഫ്റ്റിൻ്റെ റൊട്ടേഷനുമായി ബന്ധപ്പെട്ട് സ്ട്രെങ്ത്തുമായി ബന്ധപ്പെട്ട് അതിനെന്തുണ്ട്, ഒരു സാധ്യത ഉണ്ട്, അവിടെ ഒരു ബന്ധമുണ്ട്. ഓക്കെ, ദെൻ പോളാർ സെക്ഷൻ മോഡുലസ്. എന്താണ് പോളാർ സെക്ഷൻ മോഡുലസ്? നമുക്കറിയാം, നമുക്കൊരു ഇക്വേഷൻ അറിയാം. എന്താ ഇക്വേഷൻ? T/J is equal to tau by r. നമ്മൾ എവിടെ കണ്ടുപിടിച്ചത്? ടോർഷൻ ഇക്വേഷൻ എന്നാണ് അല്ലേ. ഇനി ഇവിടെ ആരും കൂടി ഉണ്ട്, g(θ/L) എന്നും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കത് ആവശ്യമില്ല, ഇത് കണ്ടെടുത്തു. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ജെനെ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ എങ്ങനെ വരിക? T is equal to tau into J/R എന്ന് വരും അല്ലേ. T/J എന്നുള്ളത് ജെ എന്നുള്ള സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഇവിടെ ഹരിക്കണം എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, ഗുണിക്കണം എന്നാവും, താഴെ ഉള്ളത് മുകൾക്ക് വരും അല്ലേ. ഈ J/R വിളിക്കുന്ന പേരാണ് പോളാർ സെക്ഷൻ മോഡുലസ് എന്നുള്ളത്. പോളാർ സെക്ഷൻ മോഡുലസ് സാധാരണഗതിയിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക ZP എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. ZP ഇതൊക്കെ ആവശ്യമുണ്ട് കേട്ടോ, നിങ്ങൾ മൈൻഡിൽ കയറ്റി വെച്ചോ. പോളാർ സെക്ഷൻ മോഡുലസ് നമുക്ക് ആവശ്യമുണ്ട്, ZP എന്നാണ്. ഈ ZP സോളിഡ് ഷാഫ്റ്റ് ആണെങ്കിൽ, ഹോൾ ഇല്ലാത്ത ഷാഫ്റ്റ് ആണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πd/16 എന്നാണ്. എന്നാൽ ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ π×D⁴ മൈനസ് സ്മോൾ d⁴ ഡിവൈഡ് ബൈ 16 × D. ഈ ക്യാപിറ്റൽ D സ്മോൾ d എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. നിങ്ങൾ ഹോളോ ഷാഫ്റ്റ് പരിഗണിക്കാമെന്ന് വിചാരിക്കുക. എന്താ ഹോളോ ഷാഫ്റ്റ്? അതിനുള്ളിൽ എന്തുണ്ടാവും, ഒരു ഹോൾ ഉണ്ടാവും. ഇതാണല്ലോ ഹോളോ ഷാഫ്റ്റ് അല്ലേ. ഇവിടെ എന്തായിരിക്കും, ഹോളായിരിക്കും, ബാക്കിയുള്ള ഭാഗത്ത് ഹോൾ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ ഹോളോ ഷാഫ്റ്റ് പരിഗണിക്കുമ്പോൾ ഈ ഡയമീറ്റർ ഉണ്ടല്ലോ, പുറത്തുള്ള ഇത്രയും ഡയമീറ്റർ, ഇത് നമ്മൾ ക്യാപിറ്റൽ D എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഈ ഉള്ളിലത്തെ ഡയമീറ്റർ ഉണ്ടല്ലോ, അത് സ്മോൾ d ആണ്. അപ്പോൾ ഒരു ഹോളോ ഷാഫ്റ്റിന് ഔട്ട്സൈഡ് ഡയമീറ്റർ ഉണ്ട്, ഇൻസൈഡ് ഡയമീറ്റർ ഉണ്ട്. ഈ ഔട്ട്സൈഡ് ഡയമീറ്ററിനെ ക്യാപിറ്റൽ D എന്നും ഇൻസൈഡ് ഡയമീറ്ററിനെ സ്മോൾ d എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഇക്വേഷനാണ് ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുള്ളത്. എന്താ ഇക്വേഷൻ? ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ഷാഫ്റ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടോർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാം, ടോ കണ്ടുപിടിക്കാം, അതേപോലെ ZP കണ്ടുപിടിക്കാം. ZP എന്ന് പറഞ്ഞാൽ ഈ സംഭവം, ZP അടങ്ങിയിരിക്കുന്ന ഡയമീറ്റർ ആണ്. അപ്പോൾ ഡയമീറ്റർ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ZP കണ്ടുപിടിക്കാം മീൻസ് ആ ZP അടങ്ങിയിരിക്കുന്ന ഡയമീറ്റർ ആണ്, ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ആണ്, അത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഈ ഡയമീറ്റർ ZP അടങ്ങിയിരിക്കുന്ന ഡയമീറ്റർ ആണ് എന്നുള്ളത് നിങ്ങളെ മനസ്സിൽ കയറ്റി വെക്കണം. പ്രോബ്ലത്തിൽ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ZP കണ്ടുപിടിച്ചാൽ മതി. ഈ ഇക്വേഷനിൽ നിന്നും ZP കണ്ടുപിടിച്ചാൽ മതി. ZP ഉള്ളിൽ ആരുണ്ട്, ഡയമീറ്റർ ഉണ്ട്. നോക്കിയൊക്കെ എങ്ങനെയാണെന്നുള്ളത്. T is equal to tau into ZP. T is equal to tau. ZP എന്ന് പറഞ്ഞാൽ എത്ര? πd³ / 60. ആർക്ക് വേണ്ടിയിട്ടാണ്? സോളിഡ് ഷാഫ്റ്റിന്. ഹോളോ ഷാഫ്റ്റിനാണെങ്കിൽ ZPയുടെ സ്ഥാനത്ത് എന്തായിരിക്കും? π×D⁴ മൈനസ് D⁴ ഡിവൈഡ് ബൈ 16D. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഏത് ഇക്വേഷനാണ്? ഈ ഇക്വേഷനാണ് പഠിക്കേണ്ടത്. T is equal to tau into ZP. ഈ ZPയുടെ സ്ഥാനത്ത് സോളിഡ് ഷാഫ്റ്റ് ആണെങ്കിൽ ഇത് കൊടുക്കുക, ZPയുടെ സ്ഥാനത്ത് ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ ഇത് കൊടുക്കുക. അപ്പോൾ ഈ ഇക്വേഷനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചിരിക്കേണ്ടത്. ഇവിടെ ഈ T എന്നുള്ളത് ഉണ്ടല്ലോ, ടോർക്ക്, ഈ ടോർക്ക് എവിടെ നിന്ന് കിട്ടും? ഇതാ ഈ പവർ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ള ഈ T ഇവിടെ കിടക്കുന്നുണ്ട്, ഇവിടുന്ന് T കിട്ടും. അങ്ങനെ T കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഏതായിരുന്നു? സംശയമൊന്നുമില്ല, ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നിന്നാണ് ജെനെ അങ്ങോട്ട് കൊണ്ടുപോയി J/R ZP കൊടുത്ത് T is equal to tau into ZP. മനസ്സിലായില്ല അല്ലേ? ഒന്നുകൂടി പറഞ്ഞല്ലോ, ശ്രദ്ധിച്ചോ. ഈ ഇക്വേഷനിൽ നിന്ന് ചെയ്യുന്ന പരിപാടി T is equal to, ഇവിടെ ആരുണ്ട്, tau/R ഉണ്ട്. ഇനി ഈ J അങ്ങോട്ട് പോകുമ്പോൾ എന്തായി മാറും, ഹരിക്കണം എന്നുള്ളത് ഇങ്ങോട്ട് മാറുമ്പോൾ ഗുണിക്കണം എന്നാവും. അപ്പോൾ എന്താവും, tau into J/R എന്നായി. ഈ J/R നമ്മൾ ഡിനോട്ട് ചെയ്യാൻ എന്തോ ചോദിച്ചിട്ടാണ്, T is equal to tau ഉണ്ട്, J/R നമ്മൾ പോളാർ സെക്ഷൻ മോഡുലസ് ZP എന്നുള്ള ലെറ്ററുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്തു, ഈ J ഒന്ന് അങ്ങോട്ട് മാറ്റി ആ J/R എന്ത് കൊടുത്തു, ZP എന്ന് കൊടുത്തു. അപ്പോൾ J/R സ്ഥാനത്ത് ZP ഇവിടെ ആരുണ്ട്, ടോ ഉണ്ട്, ഈക്വൽ ടു പിന്നെ എന്താ ഉള്ളത്, T കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? അത് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ മാറ്റിയെടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ഇക്വേഷൻ ഒന്ന് ഇക്വേഷൻ വേണം, പിന്നെ വേണ്ടത് ഈ ഇക്വേഷനാണ്. കൃത്യമായിട്ട് നിങ്ങൾ തന്നെ പഠിക്കണം. ക്യാപിറ്റൽ D സ്മോൾ d എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. ഹോളോ ഷാഫ്റ്റ് ആണ്, ഔട്ട്സൈഡ് ഡയമീറ്ററും ഇൻസൈഡ് ഡയമീറ്ററും ഒക്കെ അതിലുണ്ടായിരിക്കും.
ഇനി പവർ ട്രാൻസ്മിറ്റഡ് പി സി ഈക്വൽ ടു 2πnt/60 പി സി ഈക്വൽ ടു ടി ഒമേഗ എന്നുള്ള ഇക്വേഷനിൽ നിന്ന് ടി കിട്ടും, ടോർക്ക് കിട്ടും. ആ ടോർക്കാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് ന്യൂട്ടൺ മീറ്ററിലാണോ ന്യൂട്ടൺ മില്ലിമീറ്ററിലാണോ നോക്കണം. പവറിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എപ്പോഴും കിട്ടുക ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. ഓക്കെ, അത് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. ഇനി പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കും കൂടെ, അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, നിർത്താം. ടോർഷണൽ റിജിഡിറ്റി. എന്താ ടോർഷണൽ റിജിഡിറ്റി? നമുക്ക് ഈ ടോർഷൻ ഇക്വേഷനിൽ നിന്ന് ഇങ്ങനെ മാറ്റി എഴുതാം. ടോർഷൻ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? T/J ഇസ് ഈക്വൽ ടു G(θ/L) എന്ന് എഴുതാം അല്ലേ? ലാസ്റ്റ് കാണുന്ന ടേം G(θ/L). ഇതിൽ ഞാൻ ഈ തീറ്റനോട് നിർത്തിയിട്ട് ജി ഇങ്ങോട്ടും എൽ ഇങ്ങോട്ടും കൊണ്ടുവരികയാണ്. ജി ഇവിടെ മുകളിലാണ്, ഇങ്ങോട്ടൊരു മതിയും താഴേക്ക് വരില്ല. ഗുണിക്കണം എന്നുള്ള ഇങ്ങോട്ടൊരു മതിയും ഹരിക്കണം എന്നാവും. ഇവിടെ ഹരിക്കണം എന്നുള്ള ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഗുണിക്കണം എന്നാവും. ഇപ്പം എല്ലാം ഇങ്ങോട്ട് പോകും, ടീൻ്റെ അടുത്തേക്ക് പോകും. ജി എന്ത് വരും? ജിയുടെ അടുത്തേക്ക് വരും അല്ലേ? അതല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലേ? TL അല്ലേ? TL/GJ. ഓക്കെ, ഇപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഇസ് ഈക്വൽ ടു TL/GJ എന്നുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം, മാറ്റി എഴുതാം, റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ G/J, ഈ ജീൻ്റെയും ജെൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഈ ടേമിനെയാണ് നമ്മൾ ടോർഷണൽ റിജിഡിറ്റി എന്ന് പറയാം. ഈ ടോർഷണൽ റിജിഡിറ്റി എന്താന്ന് പറഞ്ഞാൽ, ഫോർ ദ ഗിവൺ ഷാഫ്റ്റ് ലെങ്ത് ടോർക്ക് ദ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടോർഷണൽ റിജിഡിറ്റി. ടോർഷണൽ റിജിഡിറ്റി എന്താ? GJ ആണ്. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്നാൽ എന്താ? എത്ര ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്, എത്ര ആംഗിളിൽ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ തമ്മിലുള്ള ബന്ധം എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഒരാൾ കൂടിയാൽ മറ്റൊരാൾ കുറയും. അപ്പോൾ GJ എങ്ങാനും കൂടിയാൽ, അതായത് ടോർഷൻ റിജിഡിറ്റി എങ്ങാനും കൂടിക്കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ത് ചെയ്യും? കുറയും. ഈ ഷാഫ്റ്റ് പെട്ടെന്ന് അങ്ങ് തിരിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് ലോഡ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിന് ലോഡ് താങ്ങാനുള്ളൊരു കഴിവ് അതിനുണ്ട്. ഇനി ടോർഷൻ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ ദ ടോർക്ക് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ടേംസ് ടോർഷണൽ സ്റ്റിഫ്നെസ്. അതായത് നമുക്ക് 1 ഡിഗ്രി ഒന്ന് കറങ്ങണമെന്നുണ്ടെങ്കിൽ, 1 ഡിഗ്രി ഷാഫ്റ്റ് ഒന്ന് കറങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഷാഫ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ടോർക്കിൻ്റെ അളവിനെയാണ് ടോർഷണൽ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇതിൻ്റെ സ്ട്രെങ്ത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ കൂടുമ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത്ത് എന്ത് ചെയ്യാറുണ്ട്? വർദ്ധിക്കാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ടേമുകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ടോർഷണൽ സ്റ്റിഫ്നെസ് K എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ അടയാളപ്പെടുത്താറ്. T/θ എന്നോ അല്ലെങ്കിൽ GJ/L എന്നുള്ള 2 ഇക്വേഷനിലൂടെയും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോർഷണൽ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇന്ന് പഠിച്ച ഈ ടേമുകളുണ്ടല്ലോ, ഈ ടേം 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഈ ഒരു ഭാഗം ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷനാണ്, മനസ്സിലാക്കി വെക്കണം എങ്ങനെയാണ് അത് വന്നതെന്നുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ എന്നുള്ളത് ഇതാണ്, അത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. പിന്നെ ഇതാണ്, അതും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു തിയറി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ടോർഷൻ ഇക്വേഷനായിട്ട് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ അസംഷൻസും നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഈ അസംഷൻസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫിഗർ വരക്കണം. ഇതിലും കൂടെ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫിഗർ ഉണ്ടോ നോക്കട്ടെ, എനിക്ക് ആ ഫിഗർ ഷെയർ ചെയ്ത് തരാം. പിന്നെ ഇതിൻ്റെ കൂടെ ഈ ടോർഷനെ കുറിച്ചിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ വീഡിയോ ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ ശ്രമിക്കാം? ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്യാം. നിങ്ങളത് കണ്ടിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഫക്റ്റീവായിട്ട് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നേരെ പ്രോബ്ലമാണ് ചെയ്യുന്നത്. ഞാൻ ടിക്കറ്റ് തന്ന ഈ ഇക്വേഷൻ അതേപോലെ തന്നെ ഈ ഇക്വേഷൻ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴേക്കും പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാണ്. താങ്ക് യു.